അമ്മ മടിയിൽ. മാദ്രേ, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 3. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉള്ളിടത്ത് വളരെയേറെ അത്ഭുതങ്ങൾ സംഭവിക്കുക സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് നിരീശ്വരവാദികൾക്കിടയിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും വിശ്വാസവും ഒക്കെ ഉണ്ടാവുക പെട്ടെന്നാണ്. ഫ്രാൻസിൽ ഒരു നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ അലക്സോസ് കാറൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രോഗി ക്ഷയരോഗബാധിതനായിരുന്നു. അദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അലക്സോസ് കാറലിന് മനസ്സിലായി അയാളുടെ രോഗം സൗഖ്യം പ്രാപിക്കത്തില്ല എന്ന്. അങ്ങനെ ആ രോഗം സൗഖ്യം പ്രാപിക്കത്തില്ല എന്ന് അദ്ദേഹം വിധിച്ചു. നീ സൗഖ്യം പ്രാപിക്കുക അസാധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ രോഗി ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ് പിന്നെ ചെയ്തത്. അവിടെ നിന്നും തിരിച്ചെത്തിയ രോഗി രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായിട്ട് ഈ ഡോക്ടർ അലക്സോസ് കാറൽ മനസ്സിലാക്കി. താൻ മരണമുറപ്പാക്കിയ വ്യക്തിക്ക് സംഭവിച്ച രോഗവിമുക്തി പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച അത്ഭുതമാണെന്ന് ഡോക്ടർ അലക്സോസ് കാറൽ അംഗീകരിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് അന്നത്തെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം, ഫ്രഞ്ച് അക്കാഡമി ഓഫ് സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്ന് പോലും പുറത്താക്കി. എങ്കിലും ഈ അത്ഭുതം അദ്ദേഹം ഒരിക്കലും നിഷേധിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ചെന്ന് വൈദ്യശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം നോബൽ സമ്മാന അർഹനായി. അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റും ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമായി തീർക്കുന്നുവെന്ന് നമുക്കറിയാം. അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യ സ്വതിനിൽ നിന്നും പ്രാപിച്ചു തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.